ഹായ് ഓൾ. അപ്പൊ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് മൂന്നാമത്തെ ചാപ്റ്ററിന്റെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ നമ്മൾ നോക്കാനായിട്ടുള്ളത് എന്താണ് ഹരപ്പൻ സിവിലൈസേഷൻ അല്ലെങ്കിൽ എന്താണ് സിന്ധു നദീതട സംസ്കാരം, അത് മാത്രം നോക്കിയാൽ മതി. അപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ സിന്ധു നദീതട സംസ്കാരം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെയാണ് ഹരപ്പൻ സിവിലൈസേഷൻ അല്ലെങ്കിൽ ഹരപ്പൻ സംസ്കാരം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ സിന്ധൂര നദിയുടെ ആ ഒരു സമീപത്ത് ഉണ്ടായ കുറച്ച് ആളുകളുടെ ഒരു സെറ്റിൽമെന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സിന്ധു നദിയുടെ സംസ്കാരം എന്ന് പറയുന്നത്. ഇനി അടുത്ത് ഈ സംസ്കാരത്തിന്റെ കുറച്ച് പ്രത്യേകതകളാണ് പറയുന്നത്. അപ്പൊ ആ ഒരു കാലഘട്ടത്തില് ഹരപ്പയിലുള്ള ആളുകള് അവരുടെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്താന്ന് ചോദിച്ചാൽ അവരുടെ നഗരാസൂത്രണമായിരുന്നു. ഓക്കെ, അവരെ നഗരങ്ങളെ രണ്ടായിട്ട് അവർ വിഭജിച്ചിട്ടുണ്ട്. ഒന്നെന്ന് പറയുന്നത് എന്താണ് നമ്മുടെ രാജാക്കന്മാർക്കും അതേപോലെ ഉയർന്ന രീതിയിലുള്ള ആളുകൾക്ക് താമസിക്കാനായിട്ടും, രണ്ടാമെന്ന് പറയുമ്പോൾ താഴെത്തട്ടിലുള്ള ആളുകൾക്ക് താമസിക്കാനായിട്ടുള്ള ഒരു നഗരമായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. അത് മാത്രമല്ല അവിടെയുള്ള ആളുകൾ വളരെ ബിസി ആയിട്ടുള്ള ആളുകളായിരുന്നു. അവർക്ക് എല്ലാവർക്കും ഓരോ രീതിയിലുള്ള വ്യാപാരങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. വെറുതെ ഇരിക്കുന്ന ആരും അന്നത്തെ കാലഘട്ടത്ത് ഉണ്ടായിരുന്നില്ല. അവരുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഹോബി ആയിരുന്നു കലാവൈഭവം. എല്ലാവരും ക്രാഫ്റ്റ് പേഴ്സൺസ് ആയിരുന്നു. അതേപോലെ തന്നെ പല പല രീതിയിൽ അവരവരുടെ കാര്യങ്ങൾ ചെയ്തു. അതേപോലെ തന്നെ മൺകലങ്ങൾ നിർമ്മാണത്തിലായാലും ശരി, പാത്രങ്ങളുടെ നിർമ്മാണത്തിലായാലും ശരി, അതേപോലെ തന്നെ എന്താണ് രാജ്യത്തിന് വേണ്ടിയിട്ട് അവര് മാസത്തിൽ ഒരു ദിവസം എന്താണ് രാജാവിന്റെ കൊട്ടാരത്തിൽ പോയിട്ട് വർക്ക് ചെയ്യണം, ആ ഒരു റൂളും ഉണ്ടായിരുന്നു. അത് മാത്രമല്ല കച്ചവടത്തിന് പോവുക, അതേപോലെ തന്നെ ഓരോ സാധനങ്ങൾക്ക് കണ്ടുപിടിക്കാനായിട്ട് പോവുക, കുറേ ജോലികളിൽ അവര് വളരെയധികം ബിസി ആയിട്ടിരുന്നു. അവർക്കാണെങ്കിൽ ആ ഒരു കാലഘട്ടത്തില് പരുത്തിയെ പറ്റിയിട്ട് അറിവുണ്ടായിരുന്നു. തുണികളിലൊക്കെ പരുത്തി തുണികളും കാര്യങ്ങളൊക്കെ അവർ ഉപയോഗിച്ചിരുന്നു. അവരുടെ മെയിൻ ആയിട്ടുള്ള കൃഷി എന്ന് പറയുമ്പോൾ കന്നുകാലികളെ ഇണക്കി വളർത്താനുള്ളതാണ്. അവര് പശു, ആട്, ചെമ്മരിയാട്, കാള, നായ, പൂച്ച, ഒട്ടകം തുടങ്ങിയ മൃഗങ്ങളെയൊക്കെ എന്ത് ചെയ്ത് ഇണക്കി വളർത്തിയിട്ടുണ്ട്. അതൊക്കെ പാലിന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ മാംസത്തിന് വേണ്ടിയിട്ടുമാണ്. പിന്നെ അതേപോലെ തന്നെ അവർക്ക് നല്ല രീതിയിൽ വാണിജ്യവും വ്യാപാരം ഒക്കെ ഉണ്ടായിരുന്ന ആളുകളായിരുന്നു. പിന്നെ അതേപോലെ തന്നെ എന്താണ് അവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈജീൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളുകളായിരുന്നു. അവർക്ക് സ്വന്തമായിട്ട് കുളിപ്പുറകൾ ഉണ്ടായിരുന്നു. ഓരോ വീട്ടിലും സ്വന്തമായിട്ട് കുളിപ്പുരകൾ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ എന്താണ് ഈ ഡ്രെയിനേജ് സിസ്റ്റം ഉണ്ടായിരുന്നു. അഴുക്കുചാല് ഒഴുക്കി വിടാനായിട്ടുള്ള സിസ്റ്റം ഉണ്ടായിരുന്നു. വെള്ളം ഇങ്ങോട്ടേക്ക് പോകാനും അതേപോലെ തന്നെ നല്ല വെള്ളം വരുന്നതിനും അഴുക്കുചാലുകൾ പോകുന്നതിനുമായിട്ടുണ്ടായിരുന്നു. വീടുകളിലെല്ലാം ഒരൊറ്റ മുറിയായിട്ടായിരുന്നു അവർ ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ അങ്ങനെ കുറേ ഫീച്ചേഴ്സ് എന്താണ് നമ്മുടെ ഈ ഒരു ഹാരപ്പൻ സിവിലൈസേഷനിൽ ഉണ്ടായിരുന്നു. ഇതാണ് അവരുടെ കിണർ എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ എന്താണ് ഈ ഒരു ഹരപ്പൻ സിവിലൈസേഷൻ ഏതൊക്കെ സ്ഥലങ്ങളിലേക്ക് വ്യാപിച്ചു കിടക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോഥൽ വരുന്നുണ്ട്, ധോളാവീര് വരുന്നുണ്ട്, അമറിപൂർ വരുന്നുണ്ട്, കാലിബംഗാൻ വരുന്നുണ്ട്, മോഹൻജദാവര് വരുന്നുണ്ട്, ചിനാദൂൻ വരുന്നുണ്ട്. അപ്പൊ ഇത്രയും സൈറ്റുകളിലേക്കാണ് എന്ത് വ്യാപിച്ചു കിടക്കുന്നത് നമ്മുടെ ഹരപ്പൻ സിവിലൈസേഷൻ വ്യാപിച്ചു കിടക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഹരപ്പ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് പറയാം ഇതാണ് അവരുടെ ഒരു വീടിന്റെ ഡിസൈനിങ്, വീടിന്റെ പ്ലാനിങ് എന്ന് പറയുന്നത്. അന്നത്തെ കാലഘട്ടത്തിൽ ആളുകൾക്ക് ഇന്നത്തെ കാലഘട്ടത്തിലെ ആളുകളെ അപേക്ഷിച്ച് നല്ല രീതിയിൽ ബുദ്ധിശക്തി ഉണ്ടായിരുന്നു. അവർ വെയിറ്റിംഗ് മെഷീൻസ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. വെയിറ്റും കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് വെയിറ്റിംഗ് മെഷീൻസും കാര്യങ്ങളൊക്കെ അന്നത്തെ കാലഘട്ടത്തിലെ ആളുകൾ ഉപയോഗിച്ചിരുന്നു. അതേപോലെ തന്നെ എന്തായിരുന്നു അവരുടെ ഫീച്ചേഴ്സ് ആണ്. ഹരപ്പ എന്ന് പറഞ്ഞ ആ ഒരു സിറ്റി ഇങ്ങനെയായിരുന്നു ഫ്ലറിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതേപോലെ തന്നെ എന്താണ് അവർക്ക് നമ്മൾ പറഞ്ഞു അവർക്ക് കൂടുതലായിട്ട് എന്താ കലാവൈഭവമുള്ള ആളുകൾ ഉണ്ടായിരുന്നു. അവർ ക്ലേ ഉപയോഗിച്ചിരുന്നു. ക്ലേ വച്ചിട്ട് എന്താ കുട്ടികൾക്ക് കളിപ്പാട്ടങ്ങളൊക്കെ നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് അവരുടെ മദർ ഓഫ് ഗോഡ് ആണ്. അവരുണ്ടാക്കിയ സ്റ്റാച്യു ആണ്. പിന്നെ അതേപോലെ തന്നെ ഇത് അവിടുത്തെ ഒരു പ്രീസ്റ്റ് ആണ്. ആ പ്രീസ്റ്റിനെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത്രയ്ക്കും എന്താണ് അവരൊരു മെഡിറ്റേഷൻ രീതിയിലാണ് ഇരിക്കുന്നത്. നല്ല രീതിയിൽ ബിയേർഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അതേപോലെ തന്നെ എന്താണ് ഷോള് കൊണ്ട് പൊതിഞ്ഞിട്ടുള്ള ഒരു മനുഷ്യനാണ്. അപ്പം എങ്ങനെയുള്ള നല്ല രീതിയിലുള്ള അറിവുകളും കാര്യങ്ങളൊക്കെ എന്താണ് ആ ഒരു സിവിലൈസേഷനിൽ ഇന്നത്തെ അപേക്ഷിച്ച് അന്നത്തെ കാലഘട്ടത്തിൽ നല്ല രീതിയിൽ ഒരു ഇതുണ്ടായിരുന്നു. ഇനി നമുക്ക് നോക്കാനായിട്ടുള്ളത് ഇത് എങ്ങനെയാണ് ഇത്രയും വലിയൊരു സിവിലൈസേഷൻ എങ്ങനെയാണ് പതനം സംഭവിച്ചെന്ന് ചോദിച്ചാൽ നമുക്ക് ഒന്നാമത് പറയാം വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല. ചിലപ്പം വെള്ളപ്പൊക്കം വന്നത് കൊണ്ടായിരിക്കാം. നമ്മൾ പറഞ്ഞു സിന്ധു നദിയുടെ അടുത്താണ് ഈ ഒരു പ്രദേശം ഉള്ളത്. അപ്പം വെള്ളപ്പൊക്കം വന്നത് കാരണമായിരിക്കും ഈ ഒരു പ്രദേശം നശിച്ചു പോയത്. രണ്ടാമത് നമുക്ക് പറയാം വരൾച്ച വന്നായിരിക്കും. നദി വരണ്ട സമയത്ത് എന്താണ് ആളുകൾ വേറെ സ്ഥലങ്ങളിലേക്ക് പലായനം ചെയ്യപ്പെട്ടതായിരിക്കും. പിന്നെ മണ്ണിന്റെ ഫലഭൂഷ്ടി നഷ്ടപ്പെട്ടത് കൊണ്ടായിരിക്കാം. പിന്നെ നമുക്ക് പറയാം ആര്യന്മാരുടെ ഇൻവേഷൻ കാരണമായിരിക്കണം. അപ്പൊ ഇതെല്ലാം കൊണ്ടാണ് ഇത്രയും വലിയൊരു സിവിലൈസേഷൻ എന്തായത് എൻഡ് ചെയ്തത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഹാരപ്പൻ സിവിലൈസേഷനെ പറ്റിയിട്ട് നമുക്ക്